ആ ഉത്തമമായ നൂറ്റാണ്ടിന് ശേഷം ഇങ്ങനെ ഒരു അപജയം സംഭവിക്കും എന്നവിടെ നിന്ന് നമ്മോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലം തദില്ലു മാ തമാ അംസക്തും ബിഹിമാ. നിങ്ങളുടെ മുമ്പിൽ ഞാൻ രണ്ട് പ്രമാണങ്ങൾ അവശേഷിപ്പിച്ചു വിട്ടു പോവുകയാണ്. എന്താണത്? ആ രണ്ട് പ്രമാണങ്ങൾ പിൻപറ്റുന്നിടത്തോളം, അവ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾക്കൊരിക്കലും തന്നെ പരാജയം സംഭവിക്കൂല, നിങ്ങൾ വഴിതെറ്റൂല. കിതാബുല്ലാഹി വ സുന്നത്തി റസൂലിഹി, അത് അല്ലാഹുവിന്റെ ഗ്രന്ഥവും പ്രവാചകന്റെ ചര്യയുമാണ്. പരിശുദ്ധ ഖുർആനും അതിന്റെ ആധികാരിക വ്യാഖ്യാനമായ പ്രവാചക വചനങ്ങളുമാണ്. 1400 കൊല്ലം മുമ്പ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ഈ അപജയത്തിന്റെ ആദർശപരമായ അപജയത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് വന്നിട്ട് ജീവിതത്തിന്റെ ഏതാണ്ടെല്ലാ മേഖലകളിൽ നിന്നും ഇസ്ലാമികമായ മര്യാദകളും മാന്യതകളും ഇസ്ലാമികമായ ചിഹ്നങ്ങളും നഷ്ടപ്പെട്ടു പോയി ഒരു നാമമാത്രമായ അറബിപ്പേരുള്ള ആൾക്കൂട്ടമായിട്ട് ഉമ്മത്തും മുസ്ലിമ മാറിയ സമയം. അപ്പോഴാണ് നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായത്. ഖിലാഫത്തിന്റെ പതനം ഔദ്യോഗികമായിട്ട് അതിന്റെ അവസാനത്തെ അവശിഷ്ടവും അങ്ങ് തുർക്കിയിൽ അവശേഷിച്ചിരുന്ന അടയാളങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടതിന് ശേഷം മുസ്ലിം ഉമ്മത്തിന്റെ സംഘടിതമായ രൂപം നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഖുർആനും സുന്നത്തും അനുസരിച്ച് ജനസമൂഹത്തെ നയിക്കുവാൻ സംഘടനകൾ ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇങ്ങോട്ട് അന്വേഷിച്ചാൽ പിന്നീടുണ്ടായ പിൻകാലത്ത് ഓരോരുത്തരും മനസ്സിലാക്കിയ പ്രമാണങ്ങൾ അനുസരിച്ച് അനുയായികളെ വളർത്തുവാൻ രൂപീകൃതമായ സംഘടനകളാണ് ഇന്ന് ലോകത്തറിയപ്പെടുന്ന എല്ലാ സംഘടനകളും. ആ പ്രവാചകന്റെ ആ അൽജമാഅത്തുണ്ടല്ലോ, പ്രവാചകൻ നേതൃത്വം നൽകിക്കൊണ്ട് അവിടത്തെ ആ പാർട്ടിയിൽ പെടാതിരുന്നാൽ മുസ്ലിമാകൂല്ല എന്ന അവസ്ഥയുള്ള ആ പാർട്ടിയുണ്ടല്ലോ, അതിന്ന് ലോകത്ത് നിലവിലില്ല. ആ ഇസ്ലാമിന്റെ പേരിൽ ആ ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കിയതനുസരിച്ച് ക്രമപ്പെടുത്തിയ പാർട്ടികളും സംഘടനകളുമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലൊക്കെയും ഉള്ളത്. ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ചില ആളുകളുടെ പ്രസംഗം കേട്ടാൽ തോന്നും മൂപ്പരാണ് ഒറിജിനൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏജന്റ് എന്ന് അദ്ദേഹം പ്രസംഗിക്കും. ആദം നബിയാണ് നമ്മുടെ ഈ മില്ലത്തിന്റെ ആദ്യത്തെ നേതാവ്. ഈ പ്രവാചകന്മാരെയൊക്കെ ഇവരെങ്ങനെ സമീപിച്ചതെന്നും പരിചയപ്പെടുത്തിയതെന്നും ഞാൻ അവസാനം പറയുന്നുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, സൂചിപ്പിച്ചു വന്നത് ആ രീതിയിൽ പറയും. ആദം നബി അലൈഹിസ്സലാമാണ് നമ്മുടെ നേതാവ്. അതിനുശേഷം പിന്നീട് ശൃംഖലകളായി കണ്ണിയായി തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നു. ഏറ്റവും ഒടുവിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഞാനും മൂപ്പര പ്രസംഗം കേട്ടാ തോന്നും ആദം നബി, പിന്നീട് മുഹമ്മദ് നബി, ഇപ്പൊ മൂപ്പരും. ഇതാണ് കണ്ണി. ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തില്ല. ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള ആ ധാരയുടെ ആ കണ്ണി അങ്ങനെ ധാരമുറിയാതെ പോരുന്നതിനിടയിൽ മുസ്ലിം സമുദായത്തിന്റെ ആദർശാധിഷ്ഠിതമായ ബന്ധം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ സംഘടനകൾ ആവശ്യമായി വന്നു. അങ്ങനെ കേരളത്തിലുണ്ടാക്കപ്പെട്ട സംഘടനകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ. അതിൽ നിന്ന് പിന്നീട് അതിനോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെതിർക്കുന്ന അന്ധവിശ്വാസങ്ങളൊക്കെ അങ്ങോട്ട് എതിർത്ത് കാലഹരണപ്പെട്ടു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ഉപജീവന മാർഗം കിട്ടൂല്ല എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് വേർപെട്ടു പോയിട്ട് വേറെ സംഘടിച്ചതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ ഉള്ളിൽ വേണ്ടത്ര നേതാവാകാൻ അവസരം കിട്ടാത്തത് കൊണ്ട് പിന്നീടുണ്ടായവർ വേറിട്ടുപോയവർ കഷ്ടമാണ്. അതിന്റെ പിന്നീടുണ്ടായതിന്റെ ഗ്രൂപ്പിസം എന്നും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അങ്ങനെ തന്നെ ഇസ്ലാമികമായ നമ്മൾ മനസ്സിലാക്കിയ ഖുർആനും സുന്നത്തും അനുസരിച്ച് മുസ്ലിം സമുദായത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ആ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ മറ്റൊരു സംഘടനയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇതൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. ഷിയാക്കളുടെ ചിന്താഗതി നമുക്ക് സ്വീകാര്യമല്ല. ഖവാരിജുകളുടെ ചിന്താഗതി നമുക്ക് സ്വീകാര്യമല്ല. മുഅ്തസിലുകളുടെ ചിന്താഗതി നമുക്ക് സ്വീകാര്യമല്ല. ഇങ്ങനെ പുതിയ പുതിയ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ട് യഥാർത്ഥമായ ധാരയിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങിയപ്പോ റസൂലുള്ളയും അവിടെ അനുയായികളും ഏതൊന്നിൽ നിലനിന്നോ ആ അടിസ്ഥാനത്തിൽ നിലനിൽക്കാൻ തീരുമാനിച്ചവർ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ ഇതൊക്കെയും പിന്നീടുണ്ടായ സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമി 50 കൊല്ലമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു പുതിയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടേത് പഴയ കാലത്ത് നാഥനാരാന്നറിയാത്ത ആ പണ്ടുകാലത്തെ ഉള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്ന് പറയാം. ഇത്തരം വാദത്തിനൊന്നൊരു പ്രസക്തിയുമില്ല. ഇവർ തന്നെ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു കൂട്ടർ പറയുന്നു 70 കൊല്ലമായി ഞങ്ങളുടെ പഴക്കം, മറ്റേ കൂട്ടർ പറയുന്നു അല്ല 71 എന്ന്. 70 ആണോ 71 എന്നാ സംശയം. ഞാൻ ചോദിക്കട്ടെ, ആദം നബി അലൈഹി സ്വലാമിന് 70 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് വല്ല വാദവുമുണ്ടോ? അതല്ല, ആദം നബി അലൈഹി സ്വലാം വിട പറഞ്ഞു പോയിട്ട് 70 കൊല്ലമേ ആയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടായില്ലേ 400 ചില്ലാനും കൊല്ലം? അപ്പൊ പിന്നെ 1400 വർഷം. അപ്പൊ പിന്നെ ഈ 70ന്റെ അർത്ഥമെന്ത്? അതാ പറഞ്ഞത് പിന്നീട് രൂപീകരിച്ചതാണ്. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും മനസ്സിലാക്കിയതനുസരിച്ച് ഓരോരുത്തരും സംഘടനയുണ്ടാക്കി.
അങ്ങനെ കുറെ സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മനസ്സിലാക്കി ആരാധനാപരമായ മതപരമായ മേഖലയിലെ വളരെ വളരെ പരിമിതമായ രംഗത്തെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമം സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന്. അങ്ങനെ തെറ്റിദ്ധരിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ചൈതന്യം മനസ്സിലാക്കുന്നതിന് മുമ്പിൽ വിഘാതം നിൽക്കുന്ന വീക്ഷണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ച സന്ദർഭത്തിൽ അതിൽ നിന്ന് ആളുകളെ വിമോചിപ്പിച്ച് ആ പ്രവാചകന്മാരെ നിലകൊണ്ട പാതയിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ അതിനുവേണ്ടി രൂപീകരിക്കപ്പെടേണ്ടി വന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൽ പിൻകാലത്ത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അനുയായികൾക്കോ ഖുർആനിനോടും സുന്നത്തിനോടും പരിപൂർണമായി നീതി പുലർത്തുന്ന പ്രസ്ഥാനങ്ങളില്ലാത്തതുകൊണ്ട് ആ കമ്മി നികത്താനാണ് ഇസ്ലാമിക പ്രസ്ഥാനമുണ്ടാക്കിയത്. എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഉടമസ്ഥനായിക്കൊണ്ടും അനുസരിക്കുവാൻ അർഹനായിക്കൊണ്ടും സകലവിധ ആരാധനകൾക്കും അർഹനായിക്കൊണ്ടും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല. യഥാർത്ഥത്തിലുള്ള ഉടമ അല്ലാഹുവാണ്, നമ്മൾ അടിമകളാണ്. അല്ലാഹു കണ്ണില്ലാതെ കാണുന്നവനാണ്, അല്ലാഹു കണ്ണില്ലാതെ കാണുന്നവനാണ്, കാതില്ലാതെ കേൾക്കുന്നവനാണ് എന്നതുപോലെ പ്രജയില്ലാത്ത രാജാവും രാജ്യമില്ലാത്ത ഭരണാധികാരിയുമാണ് എന്ന് നിങ്ങൾ ധരിച്ചോ? അങ്ങനെയൊക്കെ ധരിച്ചുപോയി. എന്നിട്ട് പലരും പറഞ്ഞു ഈ മേഖല നമുക്ക് വിട്ടു തന്നതാണ്, മറ്റേ മേഖല രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യും. മുല്ലാക്കോ മസ്ജിദ് മേൻ സജദേ കി ഇജാസത്ത് നാദാൻ സമജ്താ ഹെ ഇസ്ലാം കെ ആസാദ്. ഈ മുല്ലക്ക് പള്ളിയിൽ സുജൂദ് ചെയ്യാൻ 2 അടി തലം കിട്ടിയപ്പോൾ ഈ വിധി മനസ്സിലാക്കി ഇസ്ലാം സ്വതന്ത്രമാണ്. എന്നിട്ട് പിന്നെ മൂപ്പര പണി എന്താണ്? ദീനെ കാഫിർ അമൽ ഫൈഹം ജിഹാദ് ദീനെ മുല്ലാ ഫീ സബീലില്ലാ ഫസാദ്. കാഫിറിന്റെ പണി അയാൾ മനസ്സിലാക്കിയ ആദർശത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ വ്യാപനത്തിന് വേണ്ടി രാപ്പകലില്ലാത്ത അധ്വാനമാണ് ആ കാഫിറിന്റെ പണി. അയാൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഈ മൊല്ലയുടെ പണിയോ? ഈ മൊല്ലയുടെ പണി ദീനെ മൊല്ല ഫീ സബീലില്ലാ ഫസാദ്, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാം, രാമുപ്പര പണി എന്നല്ലാമ ഇക്ബാൽ പറയേണ്ടി വന്നു ഇത്തരക്കാരെ നോക്കിയിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ഖുർആനും സുന്നത്തും പ്രതിനിധാനം ചെയ്യുന്ന ആദർശാധിഷ്ഠിതമായ ഘടനയിലേക്ക് മുസ്ലിം സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ രൂപീകൃതമായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ലോകതലത്തിൽ ഒരു വശത്ത് പാശ്ചാത്യൻ ജനാധിപത്യത്തിന്റെയും മറുവശത്ത് സോഷ്യലിസത്തിന്റെയും ഇപ്പുറത്ത് സെക്യുലറിസത്തിന്റെയും അതിശക്തമായ വേലിയേറ്റത്തിന് മുമ്പിൽ വളരെ വളരെ പരിമിതമായ പൂജാ വഴിപാടുകളുടെ ഈ മേഖല സംരക്ഷിക്കപ്പെട്ടാൽ മതി, അതാണ് ദീനുൽ ഇസ്ലാം, അത്ര തന്നെ ആവശ്യമുള്ളത്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരന് വിട്ടുകൊടുത്തു മുസ്ലിം സംഘടനകളൊക്കെയും ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ഇത് ശരിയല്ല. പ്രവാചകന്മാരുടെ ലക്ഷ്യം ഇഖാമത്തുദ്ദീനാണ്. ശറഅലക്കും മിനദ്ദീനി മാ വസാ ബിഹി നൂഹൻ വല്ലദീ യൗഹൈനാ ഇലൈക വമാ വസൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീഹി. ഈ ദീനിൽ നിങ്ങൾക്ക് നാം നിർബന്ധമാക്കിയിരിക്കുന്നു. എന്ത്? മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാമിലേക്ക് ദിവ്യബോധനം നൽകിയ അതേ കാര്യം, പിൻകാലത്ത് പിന്നീട് മൂസ, ഈസ, ഇബ്രാഹിം അലൈഹിമുസ്സലാം എന്നീ പ്രവാചകന്മാരിലേക്ക് ബോധനം നൽകിയ അതേ കാര്യം, ഇപ്പോൾ താങ്കളിലേക്ക് നിർദ്ദേശം നൽകിയ അതേ കാര്യം, അൻ അഖീമുദ്ദീൻ, ഈ ദീനിനെ പരിപൂർണമായിട്ട് സംസ്ഥാപിക്കുക. ആണ് മുസ്ലിം സമുദായത്തിന്റെ പണി. ഇതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ഇതിനാണ് പ്രവാചകന്മാർ എണീറ്റ് നിന്നതെങ്കിൽ ഇതിനു വേണ്ടി എണീറ്റ് നിൽക്കൽ മുസ്ലിം സമൂഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പണിയല്ല. ആ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഇതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ആരുമില്ലാതെ അള്ളാഹുവിന്റെതല്ലാത്ത നിയമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി രൂപീകൃതമാക്കിയ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് കാളവണ്ടി യുഗത്തിൽ പഠിപ്പിച്ച ശരീഅത്തൊന്നും ആധുനിക ലോകത്തിന് ഫിറ്റല്ലെന്ന് പഠിപ്പിക്കുന്ന, മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏക സിവിൽ കോഡിലൂടെ ഒരു ഏകീകൃത രൂപം വേണമെന്ന് നാഴികക്ക് 40 വട്ടം പരസ്യമായിട്ട് പ്രസംഗിച്ച് നടക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ മുസ്ലിം സമുദായം തീരുമാനിച്ചതിന് ശേഷം ഇഖാമത്തുദ്ദീനിന് വേണ്ടി എന്ത് സംസാരിക്കാൻ? പറഞ്ഞത് നിങ്ങൾ നിലകൊള്ളുന്നത് ഇഖാമത്തുദ്ദീനിന്റെ വഴിയിലല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട്, ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി വലിഇഖാമത്തി ദീനിഹി, അവരെ അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. സഹാബത്തിനെ പറ്റിയായി പറയുന്നത് അവരെ അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. എന്തിന്? ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി, അല്ലാഹുവിന്റെ നബിയോട് സഹവസിക്കുവാൻ, അല്ലാഹുവിന്റെ നബിയോട് സഹവസിക്കുവാൻ, വലിഇഖാമത്തി ദീനിഹി, അവിടത്തെ ദീനിനെ സംസ്ഥാപിക്കുവാൻ. ആ മുസ്ലിം സമുദായത്തിന്റെ പണി ഈ ദീനിനെ ഈ നാട്ടിന്റെ വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥാപിക്കുവാൻ, കുടുംബ ജീവിതത്തിൽ സ്ഥാപിക്കുവാൻ, സമൂഹ ജീവിതത്തിൽ സ്ഥാപിക്കുവാൻ, സൗകര്യം വരുമ്പോ സാധ്യമാകുന്ന സകല നല്ല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട്, അടിവരകിട്ട് ഞാൻ പറയുന്നു, സകല നല്ല മാർഗങ്ങളും സ്വീകരിച്ചു
സ്വീകരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിലും ഈ ദീനിനെ സ്ഥാപിക്കാൻ, വ്യക്തിയുടെ പരിവർത്തനം, കുടുംബത്തിന്റെ പരിഷ്കരണം, സമൂഹത്തിന്റെ സംസ്കരണം, രാഷ്ട്രത്തിന്റെ പരിവർത്തനം, ഇതിനു വേണ്ടിയിട്ട് പണിയെടുക്കുവാൻ, അങ്ങനെയാണ് ആ ലക്ഷ്യവുമായിട്ട് വന്ന പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ അധിപനായി മാറിയതെങ്കിൽ ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ പാത. ഇത് വിട്ടുകൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ എന്തുമാകാം. എല്ലാ മതസംഘടനകളും ഈ അപരാധം ചെയ്തവരാണ്. ഇങ്ങനെ ദീനിനെ വിഭജിക്കാൻ കഴിയില്ല. ഇങ്ങനെ ദീനിനെ വിഭജിച്ചതിന് ശേഷം നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല.